ഇന്ന് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ആധാർ, UPI, ജൻധൻ അക്കൗണ്ടുകൾ എന്നിവയെല്ലാം വലിയ വിജയങ്ങളായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത്. ലോകബാങ്കും IMFും പോലും ഇതിനെ ഒരു മാതൃകയായി വാഴ്ത്തുന്നു. എന്നാൽ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾ എന്താണ്? ദ ഡിജിറ്റൽ മാസ്ക് ഓഫ് ക്ലാസ് പവർ എന്ന ലേഖനം ഈ ആഘോഷങ്ങൾക്കിടയിൽ ചില കൈപ്പേറിയ സത്യങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഒരു നിശ്ചിത വർഗത്തിന്റെ അധികാരം നിലനിർത്താൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഡിജിറ്റൽ വിപ്ലവം ജനങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത ഒന്നല്ല, മറിച്ച് 3 വലിയ ആഘാതങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്നാണ് ലേഖനം പറയുന്നത്. 1. നോട്ട് നിരോധനം. കയ്യിലുണ്ടായിരുന്ന പണം അസാധുവാക്കിയപ്പോൾ ജനങ്ങൾ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് നിർബന്ധിതരായി. 2. GST. ഇത് ചെറുകിട വ്യാപാരികളെയും അസംഘടിത മേഖലയും ഡിജിറ്റൽ ശൃംഖലയിലേക്ക് കെട്ടിയിട്ടു. 3. കോവിഡ് ലോക്ക്ഡൗൺ. നേരിട്ടുള്ള സേവനങ്ങൾ നിലച്ചപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ മാത്രമായി ഏക പോംവഴി. ഇതിലൂടെ സർക്കാരിന് പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തം കുറയ്ക്കാനും സേവനങ്ങൾ കേവലം സ്ക്രീനുകളിലേക്ക് ഒതുക്കാനും സാധിച്ചു. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഡിജിറ്റലൈസേഷൻ അഴിമതി കുറയ്ക്കുമെന്നാണ്. എന്നാൽ സത്യത്തിൽ ഇത് പലർക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാനാണ് സഹായിക്കുന്നത്. ആധാർ ലിങ്ക് ചെയ്യുന്നതിലെ പിഴവുകൾ കാരണം റേഷൻ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങുന്നതും നാം കാണുന്നതാണ്. സർക്കാരിൻ്റെ സേവനം എന്നത് ഒരു പൗരൻ്റെ അവകാശമെന്ന നിലയിൽ നിന്ന് മാറി ഒരു കമ്പനിയുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് പോലെയായി മാറുകയാണിവിടെ. ജൻധൻ അക്കൗണ്ടുകൾ വന്നതോടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടായി എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. എന്നാൽ ഇതിൻ്റെ പിന്നിലെ കണക്കുകൾ പരിശോധിച്ചാൽ 35% അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാണ്. ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതിനു പകരം ഉയർന്ന പലിശ ഈടാക്കുന്ന ലോൺ ആപ്പുകളും മറ്റ് ഫിൻടെക് കമ്പനികളും ദരിദ്രരെ കടക്കിണിയിലാക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഡിജിറ്റലൈസേഷൻ എന്നത് കേവലം ഒരു സാങ്കേതിക പുരോഗതിയല്ല, മറിച്ച് അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ്. സ്മാർട്ട് സിറ്റി പ്ലാനിങ്ങിലും കൃഷിയിലും വിദ്യാഭ്യാസത്തിലുമെല്ലാം വൻകിട കൺസൾട്ടിംഗ് കമ്പനികളുടെ കടന്നുകയറ്റം വർദ്ധിച്ചു വരുന്നു. ഡിജിറ്റലൈസേഷൻ നടക്കുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരിയായി അത് ആർക്ക് വേണ്ടിയാണ് നടക്കുന്നത് എന്ന ചോദ്യമാണ് നാം ചോദിക്കേണ്ടത്. അധികാരവർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഡിജിറ്റൽ മാസ്കായി ഇത് മാറുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.